ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെയും സേവാഭാരതി മുണ്ടക്കയം യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ മകരജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടി പാഞ്ചാലിമേട്ടിലും മുണ്ടക്കയത്തും ഇഡ്ഡലി വിതരണം ചെയ്തു. വീടുകളിൽ നിന്നും ശേഖരിച്ച ഇഡ്ഡലി മുണ്ടക്കയം സേവാ കേന്ദ്രത്തിൽ എത്തിച്ചു നൽകി. തുടർന്ന് സേവാ കേന്ദ്രത്തിൽ സേവാഭാരതി പ്രവർത്തകർ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും പാക്കറ്റുകളിലാക്കി ആയിരക്കണക്കിന് തീർത്ഥാടകർ മകരജ്യോതി ദർശിക്കാൻ എത്തുന്ന പാഞ്ചാലിമേട്ടിൽ ഇഡ്ഡലി വിതരണം ചെയ്തു. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെയും സേവാഭാരതി മുണ്ടക്കയം യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 മാസം മണ്ഡലകാലം വരെ നീണ്ടുനിന്ന ആ ഒരു മകരവിളക്ക് വരെ നീണ്ടുനിന്ന ആ ഒരു അന്നദാന കേന്ദ്രത്തിൻ്റെ ആ ഒരു നമ്മുടെ പരിപാടിക്ക് ഇന്ന് സമാപനമാകുകയാണ്. ഇന്ന് മകരജ്യോതി ദർശിച്ചിറങ്ങുന്ന പാഞ്ചാലിമേട്ടിലെ ശബരിമല തീർത്ഥാടകർക്ക് നമ്മൾ അവിടെ ദർശനത്തിന് ശേഷം അവർക്കായിട്ട് ഇഡലി വിതരണം നടക്കുന്നുണ്ട്. നമ്മൾ സജ്ജമായിട്ട് ഇപ്പം പോകാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സന്നിധാനത്ത് നിന്നും പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും എല്ലാം എത്തിച്ചേരുന്ന രാത്രിയിൽ 12 മണിയോടുകൂടി എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് ആ സമയത്ത് ഇവിടെ കടകളൊന്നും കാണാറില്ല, ഹോട്ടലുകളൊന്നും കാണാറില്ല. അവർക്കെല്ലാവർക്കും തന്നെ മുണ്ടക്കയത്ത് 35 മൈലുമായിട്ട് നമ്മൾ ഇഡലി വിതരണം നടത്താൻ വേണ്ടിയുള്ള സാമഗ്രികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 25,000 ഇഡലികളാണ് നമുക്ക് വീടുകളിൽ നിന്നും ശേഖരിച്ച ഇഡലികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ സാമ്പാറും ചട്നിയെല്ലാം ഇവിടുത്തെ അമ്മമാർ തന്നെ അത് പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ നമ്മൾ നടക്കുന്നത്. വളരെയധികം സുമനസ്സുകൾ ഈ 2 മാസക്കാലം ഈ അയ്യപ്പ സേവാ കേന്ദ്രവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ഒരു അവസരം നമ്മൾ നന്ദി പറയാൻ കൂടി വിനിയോഗിക്കുകയാണ്. ശബരിമലയിലും പമ്പയിലും ദർശനം കഴിഞ്ഞെത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി രാത്രി വൈകി മുണ്ടക്കയത്തും ഇഡ്ഡലി വിതരണം ചെയ്തു.